കഥയാണ് പറയാൻ പോകുന്നത്? ഇന്ന് മുത്തശ്ശി ഒരു പാവം തത്തമ്മയുടെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു. തത്തമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. 2 പേരെയും പൊന്നുപോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ. ഒരു ദിവസം മൂങ്ങ സന്യാസിയെ കാണാൻ വേണ്ടി തത്തമ്മ വന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നിനക്ക് 2 സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ? അതെ, ആ സന്തോഷം അങ്ങയെ കൂടി അറിയിക്കാൻ വന്നതാണ്. എന്തായാലും സൂക്ഷിക്കണം. ആ പൊന്നോമനകൾ ദിവ്യശക്തിയുള്ളവരാണ്. അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത്. ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക. എന്ത് ദിവ്യശക്തിയാണ് എന്റെ മക്കൾക്കുള്ളത്? അവരെവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ളക്കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യടാ ഹുയ്യ, ഇതിപ്പോ തന്നെ രാജാവിനോട് പറഞ്ഞ് സ്വർണ്ണ നാണയങ്ങൾ തട്ടാം. കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്ത് ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ? എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതിനെ എത്തിച്ചു തരുക. അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറന്നു വന്നു. കുഞ്ഞുങ്ങളെ, എവിടെ നിങ്ങൾ? ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നോക്കിയേ. പക്ഷെ കുഞ്ഞുങ്ങൾ വിളി കേട്ടില്ല. അവൾ വീട് മൊത്തം തിരഞ്ഞു. അവളുടെ 2 ചെറിയ കുഞ്ഞുങ്ങളെയും കാണാനില്ല. അവളുടെ കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി. തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കാട്ടിലെ രാജാവിന്റെ ശിങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പേടിച്ചു പോയി. അവൾ ധൈര്യം സംഭരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു. സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു, പ്രഭു, അത് എന്റെ കുഞ്ഞുങ്ങളാണ്. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരികെ തരണം. നിന്റെ കുഞ്ഞുങ്ങളോ? എന്താണ് അതിന് തെളിവ്? കണ്ടില്ലേ, ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത്. ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ്. നിനക്ക് പോകാം. ഇത് കേട്ട തത്തമ്മയ്ക്ക് സങ്കടമായി. തത്തമ്മ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരെ കാണാൻ പോയി. അല്ല, ആരത്? തത്തമ്മയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ ആയല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. വാ, കയറിയിരിക്കി. ഇരിക്കാനൊന്നും സമയമില്ല. ഞാനൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, എന്തു പറ്റി? തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അല്ല, അത് പിന്നെ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കൂടെ വന്ന് രാജാവിന്റെ കൂടെ ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യടാ, എന്നിട്ട് വേണം എന്റെ തല പോകാൻ. നീ പോയേ വേറെ ആരെങ്കിലും നോക്ക്. ചെല്ലേ. ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു. ഇത് കേട്ടപ്പോൾ തത്തയ്ക്ക് സങ്കടമായി. പക്ഷേ അവൾ തളർന്നില്ല. അവൾ അവിടെ നിന്നും വീണ്ടും പറന്നു. അവൾ ആന, മാൻ, ഉറുമ്പുകൾ, തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി. പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു. അവസാനം ക്ഷീണിച്ച തത്തമ്മ മുയലിന്റെ വീട്ടിലും എത്തി. അല്ല, ആരിത്? തത്തമ്മയോ? എന്താ വിശേഷിച്ച്? നീയും എന്നെ കൈവിടല്ലടാ. ഇനി പോകാൻ എനിക്കൊരു സ്ഥലവുമില്ല. എന്താടാ, എന്ത് പറ്റി? കരയാതെ കാര്യം പറയൂ. തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ. ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നീ ധൈര്യമായി ഇരിക്കി. മുയൽ വളരെ മിടുക്കനായിരുന്നു. അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു. ഉടൻ ഫോൺ എടുത്ത് ഉറുമ്പുകളെ വിളിച്ചു. ഹലോ,
ഇത് ഞാനാ, മുയൽ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് പോലെ അതങ്ങ് ചെയ്താ മതി. പറ മുയൽ ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന ആളല്ലേ. പറയൂ ചേട്ടാ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിന് മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട്? അതെ, നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം, ആരും അറിയരുത്. അതാണോ? അതിനെന്താ ചേട്ടാ? അതൊക്കെയുണ്ട്, ഞാൻ വഴിയേ പറഞ്ഞു തരാം, പിന്നെ വിളിക്കാം. ഓക്കേ. അത് കഴിഞ്ഞ് മുയൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു. മൃഗങ്ങൾ ഒത്തുകൂടിയപ്പോൾ സിംഹം തന്റെ മാളത്തിൽ നിന്ന് 2 ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി. അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ തത്തമ്മ തന്റെ കഥ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രാജാവിന്റെ പക്കലുള്ള ആ 2 കുഞ്ഞുങ്ങളും എന്റെയാണെന്നുള്ളത്. രാജാവ് അതിന് തെളിവും സാക്ഷികളും വേണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞാണെന്ന് സിംഹത്തോടൊന്ന് പറയണം, പ്ലീസ്. അവൾ ഓരോ മൃഗത്തിന്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തന്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും അതിന് തയ്യാറായില്ല. എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു. അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രോമമുള്ള ഒരു മൃഗത്തിന് തൂവലുകളുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഈ 2 ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ തൂവലുകളുണ്ട്, എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ 2 കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ്. ഇത് കേട്ട സിംഹം അലറി മുയലിനു നേരെ ചാടി. ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഈ തക്കം നോക്കി തത്തമ്മ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി. എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ പ്രശ്നം? ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. ആ, വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാരെ നോക്കുന്നു. അവന്റെ കരച്ചില് നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചില് മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, ഞാൻ പോകുന്നു. നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ. ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്, ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? അത് നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും.
എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? പല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം.